പലർക്കും പലരുടെ ലൈഫിലും നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും അല്ലേ? അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പലരുടെയും ലൈഫിൽ നെഗറ്റീവ് ക്യാരക്ടറായി മാറും. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും നമ്മളൊരു മോശക്കാരിയാണ് അല്ലെങ്കിൽ നമ്മളൊരു മോശക്കാരനാണെന്നുള്ളൊരു തോട്ട് വരിക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ഒരു തോട്ട് ആർക്കും വരരുത്. നമ്മൾ എല്ലാവരുടെ ലൈഫിലും നല്ല കുട്ടിയായിരിക്കണം എന്നുള്ള ഒരു തോട്ടിൽ ഒരിക്കലും ഒരാൾ ജീവിക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആദ്യം നഷ്ടമാവുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, നമ്മുടെ റിയൽ ക്യാരക്ടർ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ടോട്ടലി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് മാറിപ്പോകും. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്ക് എല്ലാവരെയും സുഖിപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക, മനസ്സിൽ പോലും അവർ നശിച്ചു കാണണം അല്ലെങ്കിൽ അവർക്കൊരു ദോഷം വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കൂടെ പലരുടെയും ലൈഫിൽ നമുക്ക് നെഗറ്റീവ് റോൾ തന്നെ ആയിരിക്കും. എല്ലാവരെയും നമുക്ക് എല്ലാ കാലത്തും സുഖിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു നെഗറ്റീവ് റോൾ ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ അങ്ങ് അംഗീകരിക്കുക. ഓക്കെ, ഞാൻ അവരുടെ ലൈഫിൽ നെഗറ്റീവ് റോളാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് സത്യമാണ്, അവരുടെ ലൈഫിൽ ഞാൻ നല്ലൊരു ക്യാരക്ടർ അല്ല എന്നുള്ള കാര്യം നമ്മൾ അങ്ങ് അംഗീകരിക്കുക.